ടീച്ചേഴ്സും സ്റ്റുഡൻസിനും റിലേഷൻഷിപ്പിൽ മാറ്റം വരണം. എന്തുകൊണ്ട് ഒരു ടീച്ചർക്ക് ഒരു കുട്ടിയോട് ഡാൻസ് കളിച്ചോ? ഇപ്പോൾ ഒരു വൈറലായ ഒരു ടീച്ചർ ഉണ്ടായില്ല, എവിടെയോ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഒക്കെ ഓൾറെഡി അങ്ങനെ ആവണമെന്നാണ് പറയുന്നത്. കുട്ടികളുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുക, കുട്ടികളിൽ ഒരാളായിട്ട് മാറുക. നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു വിഷയമാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു മാത്സ് പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഇപ്പോൾ ആമി എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് മാത്രം എൻ്റെ അടുത്ത് വരുന്നത്. പക്ഷേ എനിക്ക് അറിയാത്ത എന്തോരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ബഹുമാനം എനിക്ക് നിങ്ങളോടും വേണം. അതായത് അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. എന്റെ മുന്നിൽ വന്നിട്ട് കണ്ടില്ലേ, ആമി ഭയങ്കര ഇന്റർവ്യൂവറാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എന്റെ ശുഷ്കമായ ചിന്താഗതിയാണ്. ബഹുമാനം ചോദിച്ച് വാങ്ങേണ്ട സാധനമല്ല, അത് കിട്ടണമെങ്കിൽ കിട്ടിക്കൊടുന്നു. ഈ ബഹുമാനത്തിന് എന്താ പറയാറില്ലേ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അത് എൻ്റെ അഭിപ്രായം തരുമോ? ഗീവ് റെസ്പെക്ട് ടു ടേക്ക് റെസ്പെക്ട് അല്ല, ഗീവ് റെസ്പെക്ട് ആൻഡ് ഗെറ്റ് റെസ്പെക്ട് എന്ന് പറയുന്നത്. ബഹുമാനം എടുക്കേണ്ട ഒന്നല്ലല്ലോ, കിട്ടേണ്ട ഒരു സാധനമല്ലേ. എനിക്ക് നിങ്ങളിൽ നിന്ന് ബഹുമാനം എടുക്കാൻ പറ്റും? ഇല്ല. എൻ്റെ പ്രവൃത്തിയിലൂടെ, ഞാൻ നിങ്ങളുമായിട്ട് നടത്തുന്ന സംഭാഷണത്തിലൂടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സമയം ചെലവഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തോന്നേണ്ടതാണ് അയാളെ ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ്. ബിക്കോസ് എനിക്ക് ഗുണകരമായ ചില കാര്യങ്ങൾ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, സോ ഐ നീഡ് ടു റെസ്പെക്ട് ഹിം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതെനിക്ക് കിട്ടും. ഞാൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലത്, ആർക്കും എടുക്കാൻ പറ്റില്ല. ഞാനൊരു സാറായതുകൊണ്ട് നിങ്ങൾ ബഹുമാനിക്കുന്നതിലല്ല അതിലിരിക്കുന്ന. ഞാൻ ഒരു സാറാണെങ്കിൽ, അല്ലെങ്കിൽ സുധി എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കുണ്ടാവുന്ന ഗുണങ്ങൾ അനുസരിച്ച് നിങ്ങൾ എന്നെ ബഹുമാനിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ചേട്ടാ, ഇനിയിപ്പോൾ ഒരു കമന്റ്സിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ്, ഒരു അധ്യാപകനല്ലേ അപ്പൊ സാറെന്ന് വിളിച്ചുകൂടെ എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ശരിക്കും അങ്ങനെ വിളിക്കേണ്ട ആവശ്യം എന്തിനാണെന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ സാറെന്ന് വിളിക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആദ്യം അത് പറയാം. എനിക്കറിയില്ല, ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ പേര് ആമിന. നിങ്ങൾക്ക് എന്തിനാണ് ആ പേരിട്ടേക്കുന്നത്? പേര് വിളിക്കാൻ, നിങ്ങളെ വിളിക്കാനല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും പ്രൊഫഷണലായി, അല്ലെങ്കിൽ ഏറ്റവും ഫോർമലായി, നിങ്ങൾക്ക് തരാവുന്ന ബഹുമാനത്തിന്റെ പൂർണ്ണതയിൽ എനിക്ക് വിളിക്കാൻ പറ്റുന്നത് മിസ് ആമി എന്നാണ്. എനിക്ക് അതാണ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ മേഡം എന്ന് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് എന്നെ തിരുത്തിയത്? ഞാനും അത് എന്തുകൊണ്ടാണ് മേഡം എന്ന് വെച്ചപ്പോൾ നിങ്ങൾ തിരുത്തിയത്? ഞാൻ ഒരു എക്സ്ട്രാ ബഹുമാനം ഇട്ട് നോക്കിയില്ല, കാരണം എനിക്ക് അറിയില്ല നിങ്ങൾ എങ്ങനെയാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. വാട്ട് ഐ എം ട്രൈയിങ് ടു ടെൽ യു, ഈ സാറെന്ന് വിളിച്ചോട്ടെ, ഒരു വിനയത്തിന്റെ പുറത്തൊക്കെ നിങ്ങൾ വിളിച്ചോളൂ, പക്ഷെ അതൊരു വിധേയത്വം കൊണ്ടാവരുത്. ഒരു മനുഷ്യന് നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന ഒരു വ്യക്തിയോട് ഒരു വിനയമാവാം. അദ്ദേഹം എനിക്ക് അറിവ് പകർന്നു തരുന്ന ഒരാളാണെന്നുള്ള വിനയം നമുക്ക് എപ്പോഴും വേണം. ആ സംസാരത്തിലെ വിനയം നമുക്ക് കീപ്പ് ചെയ്യാം. അതൊരു വിധേയത്വം ആവുമ്പോഴാണ് നമ്മളിങ്ങനെ കുരിഞ്ഞ് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്ന, ഇങ്ങനെ ആവശ്യമില്ല. അത് നമ്മളും ബെസ്റ്റാണ്, അവരും ബെസ്റ്റാണ്. അവർക്ക് എനിക്കറിയാത്തൊരു കാര്യം അറിയുന്നത് കൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ് ഞാനത് പഠിക്കാൻ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിൽ പോയിരിക്കുന്നത്. അദ്ദേഹം എനിക്കത് മനോഹരമായി പറഞ്ഞു തരുന്നു എന്ന സന്തോഷം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിനയം ഉണ്ടായിക്കോളൂ. എനിക്ക് നിർബന്ധമില്ല, ഉണ്ടായിക്കോളൂ, ഉണ്ടെങ്കിൽ നല്ലതാണ്. ബട്ട് അതൊരു വിധേയത്വമായി ഞാൻ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അതൊക്കെ ഇങ്ങോട്ട് സമ്മതിച്ചിട്ട് എന്റെ സാറല്ലേ സാറെന്ന് വിളിക്കാമെന്നൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ആക്ടേഴ്സാണ്. മമ്മൂട്ടിക്ക് മോഹൻലാലിനോട്, അല്ലെങ്കിൽ മോഹൻലാലിന് മമ്മൂട്ടിയോട് വിധേയത്വമാണോ ഉണ്ടാവുക, വിനയമാണോ ഉണ്ടാവുക? വിനയമേ ഉണ്ടാവും. കാരണം രണ്ടുപേരും മലയാള സിനിമയിലെ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ മികച്ച ആക്ടേഴ്സാണ്. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ നമ്മുടെ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് എന്ന് വിളിക്കുന്ന, പ്രായം കൊണ്ടല്ല, ആരൊക്കെ വിളിച്ചു തുടങ്ങിയതാണ്, ഈ ആളുകൾ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കി നോക്കട്ടാ. അതൊരു വിനയമായിട്ടല്ല, എനിക്കതൊരു വിധേയത്വമായിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, തോന്നാറുണ്ട്. ഇനി ഇങ്ങനെ കുനിയാണ്ട് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കാരണം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയെ പോലെയും ആവാം. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പ്രശ്നമാകുന്നില്ലേ? ഞാനൊരു പറ്റി പറയുന്നില്ല, ഇനി എന്നെ എയറിലാക്കും.